ഇറാൻ പുതിയ മിസൈൽ പരീക്ഷണം നടത്തി അതിന്റെ ദൂരപരിധി അടക്കമുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും തങ്ങൾക്കുള്ള കാര്യം പുറത്തുവിടുകയും ചെയ്തു. ഖൊറം ഷഹർ 12,000 കിലോമീറ്ററാണ് അതിന്റെ ദൂരപരിധി കണക്കാക്കുന്നത്. പരമാവധി യൂറോപ്യൻ രാജ്യങ്ങളെ മുഴുവൻ കീഴടക്കാൻ പാകത്തിലുള്ള ദൂരപരിധിയുള്ള മിസൈലാണ് എന്ന് ഇറാൻ അവകാശപ്പെടുകയും അത് ഏറെക്കുറെ യൂറോപ്യൻ രാജ്യങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തു. വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. പശ്ചിമ യൂറോപ്പിനെയും തെക്കൻ യൂറോപ്പിനെയും മധ്യ യൂറോപ്പിനെയും കിഴക്കൻ യൂറോപ്പിനെയും പിന്നീട് ബാൽക്കൺ രാജ്യങ്ങളെയും കീഴടക്കാൻ പാകത്തിലുള്ള ദൂരപരിധിയാണ് യഥാർത്ഥത്തിൽ ഖൊറം ഷഹർ 5 ഉള്ളത് എന്ന് ഇറാൻ അവകാശപ്പെട്ടു. അത് ഏറെക്കുറെ സത്യമാണ്. ഇതിനു മുൻപ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന കാര്യം 500 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകൾ നിർമ്മിക്കുന്നതിൽ നിന്ന് ഇറാനെ തടയണം എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്ക ചോദിക്കുന്നത് ഞങ്ങൾ എങ്ങനെയാണ് തടയാൻ വേണ്ടി പറ്റുക എന്നുള്ളത്. അവരുടെ സ്വതന്ത്ര രാജ്യമാണ്, സ്വതന്ത്ര റിപ്പബ്ലിക്കാണ്, അതിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്ക് തടയാനൊന്നും പറ്റില്ല എന്നുള്ളതായിരുന്നു അമേരിക്ക ഇസ്രായേൽ നൽകിയിരിക്കുന്ന മറുപടി. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് അവരുടെ കൈവശത്തിൽ, അതായത് ഇറാന്റെ കൈവശത്തിൽ 1200 മുതൽ 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലൊക്കെ ഇതിനു മുൻപ് അവർ പരീക്ഷണം നടത്തുകയും പരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ വലിയ വിജയം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് ഇതാണ് ഖസം ബഷീർ എന്ന് പറയുന്ന മിസൈൽ. 1200 കിലോമീറ്റർ അതിൻ്റെ പരിധി. പിന്നീട് ഖാദർ 10, എത്തിമദ്, ഹജ് ഖസം, ഫത്ത, സജ്ജിൽ 1 1400 കിലോമീറ്റർ മുതൽ 2000 കിലോമീറ്റർ പരിധി വരെയാണ് ഈ 5 മിസൈലിൻ്റെയും 6 മിസൈലിൻ്റെയും ദൂരപരിധി കണക്കാക്കുന്നത്. എന്നാൽ അതിനൊക്കെ കവച്ചു വെട്ടിയിട്ട് ഇപ്പോൾ 12,000 കിലോമീറ്റർ എന്ന് പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അമേരിക്കയിലേക്ക് എത്തുന്ന ദൂരമാണ്. പശ്ചിമ അമേരിക്കൻ തീരത്തേക്ക് ഇറാനിൽ നിന്ന് 10,000 മുതൽ 10,500 കിലോമീറ്റർ വരെയാണ് ദൂരപരിധി കണക്കാക്കുന്നത്. അവരുടെ നിർമ്മിതി എന്ന് പറയുന്ന സമയത്ത് 20,000 കിലോമീറ്റർ ആണ്, 12,000 കിലോമീറ്റർ ആണ്. എന്ന് വെച്ചാൽ ഇറാന്റെ തലസ്ഥാന നഗരിൽ നിന്ന് തെഹ്റാനിൽ നിന്ന് അമേരിക്കയെ ആക്രമിക്കാൻ പാകത്തിലുള്ള നിർമ്മിതി അവർ നടത്തുകയും അതിൽ വിജയിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത്. ഇതിന് മുൻപ് ഒരു വിഷയം വന്നിരുന്നു. അവരുടെ കയ്യിലേക്ക് 2000 കിലോമീറ്ററേ ഉള്ളൂ, അമേരിക്ക ആക്രമിക്കാവുന്നവർക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ സമയത്ത് ഇറാനിൽ തന്നെ ഒരു പത്രം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തു. 15,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ കൊറിയയുടെ കൈവശത്തിലുണ്ട്. ആ മിസൈൽ ആവശ്യമെങ്കിൽ ഇറാൻ കൈമാറാൻ അവർ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന തരത്തിൽ. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്ന് വളരെ കൃത്യമായ രീതിയിൽ അമേരിക്കയുടെ ഏത് മേഖല ആക്രമിക്കാൻ വേണ്ടിയും ഇറാന് സാധിക്കും എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ സങ്കീർണമായിരിക്കുന്ന സാഹചര്യത്തിലേക്ക് ഇറാൻ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ചില യൂറോപ്യൻ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഇറാൻ വിശ്രമിക്കുകയല്ല, അവർ ആയുധങ്ങൾ വാരിക്കൂട്ടുകയാണ്, അതിൻ്റെ സംവിധാന കാര്യങ്ങൾ ചെയ്യുകയാണ്. റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് യുദ്ധ കപ്പലുകളൊക്കെ ഇറാന്റെ തീരത്ത് അടഞ്ഞിരിക്കുന്ന വിവരം, ചൈന ഇതിന് മുൻപ് 3ഓളം ഈ കാർഗോ വിമാനത്തിൽ ആയുധങ്ങൾ എത്തിച്ച വിവരം ഒക്കെ പുറത്തു വന്നതാണ്. അത് വളരെ അപൂർവപരമായിട്ട് മാത്രമേ ഇത്തരം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തോടനുബന്ധിച്ച് ഈ ആയുധ കൈമാറ്റങ്ങളുടെ റിപ്പോർട്ട് പുറത്തു വരാറുള്ളൂ. യഥാർത്ഥത്തിൽ ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് സങ്കീർണമായിരിക്കുന്ന വിഷയമാണ് എന്ന് മാത്രമല്ല, ഇത് വല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് ഇസ്രായേൽ തന്നെ അഭിപ്രായപ്പെടുന്നു. നമ്മൾ വിചാരിച്ച രീതിയിലൊന്നുമല്ല. ഒരു പരീക്ഷ നടത്തിക്കൊണ്ട് ലെബനാനെ പോലെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 12-ാം തീയതി അപ്രതീക്ഷിതമായ രീതിയിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നത്. അവിടെ സൈനിക മേധാവികളെ കൊലപ്പെടുത്തി, ഈ ശാസ്ത്രജ്ഞന്മാരെ കൊലപ്പെടുത്തി, അവരുടെ സൈനിക താവളത്തിന് നേരെയൊക്കെ ആക്രമണം നടത്തിക്കൊണ്ട് ആ രാജ്യത്തെ ഞെട്ടിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇസ്രായേൽ ഉദ്ദേശിച്ചിരുന്നത്. തിരിച്ചടി വന്നതോട് കൂടിയിട്ട് യഥാർത്ഥത്തിൽ നട്ടലൊടിഞ്ഞ സ്ഥിതിയിലേക്ക് ഇസ്രായേൽ മാറി. അവരുടെ തലസ്ഥാന നഗരിയൊക്കെ ഒടിഞ്ഞു തൂങ്ങിപ്പോയിരിക്കുന്നു എന്നാണ് ചില മാധ്യമ റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് യുദ്ധം നിർത്തി, 25-ാം തീയതിയാണ് യുദ്ധം അവസാനിപ്പിക്കുന്നത്. അതിനുശേഷം ഒരാഴ്ച കൂടി കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന ചിത്രം, ആകാശ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നപ്പോഴാണ് ഇസ്രായേൽ പറയുന്നത് കള്ളത്തരമാണ്, യാഥാർത്ഥ്യമായിരിക്കുന്ന സംഭവങ്ങൾ ഇറാൻ പറഞ്ഞതാണ്. ഇറാനിൽ മരിച്ചതിനേക്കാൾ കൂടുതൽ ഇസ്രായേൽ മരിച്ചിട്ടുണ്ട്. ഇറാനിൽ നാശം ഉണ്ടായതിനേക്കാൾ ഇരട്ടിയിലധികം നാശങ്ങൾ ഇസ്രായേൽ ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം രൂപീകരിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്ര ശക്തമായിരിക്കുന്ന ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു അക്രമ പരമ്പര ഒരു മുസ്ലിം രാജ്യത്തിൽ നിന്ന് ഉണ്ടായത് എന്നുള്ള ഒരു ഞെട്ടലും കൂടി ഇസ്രായേലിനുണ്ട്. ഇപ്പോൾ രീതികൾക്കൊക്കെ മാറ്റം വന്ന് അവർ പിന്നീട് ആയുധ നിർമ്മാണത്തിലൊക്കെ വലിയ താല്പര്യം കാണിച്ചു. ഇപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അവസാനിച്ചതോടുകൂടി അമേരിക്കയും ഇറാനെ ആക്രമിച്ചതിനോടനുബന്ധിച്ച് ഇറാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളും അവസാനിപ്പിക്കുന്നു. ഇനി ചർച്ചയില്ല, അതിൻ്റെ ആവശ്യമില്ല. കാര്യം സമാധാനമായിരിക്കുന്ന ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്ന ഇറാൻ തയ്യാറായിരിക്കുന്ന സമയത്ത് ഇറാൻ പോലും അറിയാത്ത രീതിയിൽ അപ്രതീക്ഷിതമായ രീതിയിൽ തങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക കൂട്ടുനിന്നിട്ടുണ്ട്. കൂട്ടുനിന്നതിൻ്റെ പരിണത ഫലമാണ് അവരനുഭവിച്ച് അവരുടെ സൈനിക മേഖല കേന്ദ്രീകരിച്ച് ഞങ്ങൾ ആക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട്.
ഇങ്ങനത്തെ ഒരു രാജ്യമായിട്ട് വീണ്ടും സമാധാന ചർച്ച നടത്തുക എന്ന് പറഞ്ഞാൽ ഉചിതമായിരിക്കുന്ന കാര്യമല്ല. ആ പരിപാടിക്ക് നമ്മളില്ല എന്ന് പറഞ്ഞതോടുകൂടി ഇപ്പോൾ വലിയ രീതിയിൽ ആണവായുധ നിർമ്മിതികളോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ വലിയ രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് എന്ന് ചില പത്രങ്ങളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ടായിട്ട് പുറത്തു വിടുന്നു. അത് ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ഇസ്രായേൽ ആ കാര്യത്തിൽ വലിയ ഭയപ്പാടുമുണ്ട്. അവരെ ആകെ ആണവായുധം നിർമ്മിക്കുന്ന ഇസ്രായേൽ നേരെ ഇടാൻ വേണ്ടിയിട്ടാണ്. അത്രക്ക് മതരാഷ്ട്രമാണ് എന്ന് മാത്രമല്ല തീവ്രമായിരിക്കുന്ന ആശയങ്ങളുള്ള വിഭാഗമാണ് ഇറാനും ഇസ്രായേലും എന്നതിനാൽ വിട്ടുവീഴ്ച മനോഭാവമൊന്നും ഉണ്ടാവില്ല. യുദ്ധത്തോടു കൂടി പരാജയപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് ഇസ്രായേൽ ഉണ്ടാവുക. ഏറെക്കുറെ ഇറാനും അങ്ങനെ തന്നെയാണ്. വിട്ടുവീഴ്ചക്കില്ല, കരാറിനുമില്ല, സമാധാനമായിരിക്കുന്ന ലോകമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യം ഗസയുമായിട്ടുള്ള വിഷയം തീരണം. അവിടെ സമാധാനം പുലരണം, അവിടെ ശാന്തത വരണം, അവിടുത്തെ മനുഷ്യന്മാർ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നു എന്നുള്ള ലോകം അറിയണം. അതറിയാത്തടത്തോളം കാലം തങ്ങളുടെ ആയുധങ്ങൾ താഴെ വെക്കില്ല എന്നുള്ള നിലപാടാണ് ഇറാനുള്ളത്. ഇതാണ് ഭയപ്പെടുത്തുന്ന കാര്യം. മേഖലയിൽ ആകെ ഇസ്രായേൽ പേടിക്കുന്ന, അമേരിക്കയിൽ പേടിക്കുന്ന ഒരേ രാജ്യത്തിൻ്റെ പേര് ഇറാൻ മാത്രമാണ്. ബാക്കിയുള്ള എല്ലാം നിയന്ത്രിക്കാനും പിടിച്ചിരുത്താനും വേണ്ടി സാധിക്കും. പക്ഷേ ഇറാന്റെ കാര്യത്തിൽ അതുണ്ടാവില്ല. കാര്യം ഇറാനെ അമേരിക്ക ആക്രമിച്ചതോടുകൂടി ലോകം മുഴുവനും നിരീക്ഷിക്കപ്പെട്ട അല്ലെ അഭിപ്രായപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, ഇറാന്റെ കഥ അവസാനിച്ചു, ഇനി ഇറാൻ ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നില്ല, ശക്തമായിരിക്കുന്ന അക്രമം ഇനിയും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പേന ഉന്തലൊക്കെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഇറാൻ തിരിച്ചടിച്ചു. ആ തിരിച്ചടി അമേരിക്ക വല്ലാത്ത രീതിയിൽ ആഘാതത്തിലാക്കി ഞെട്ടിപ്പിക്കുകയും ചെയ്തിരിക്കുക കാര്യമാണ്. ഇറാനെ പോലുള്ള രാജ്യം സമയവും ഈ ദിവസവും പറഞ്ഞ് കൃത്യതയോടുകൂടി നിങ്ങളുടെ രാജ്യത്തിലെ നിങ്ങളുടെ ആണവ കേന്ദ്രത്തെ, നിങ്ങളുടെ സൈനിക കേന്ദ്രത്തെ ആക്രമിക്കുമെന്ന് പറഞ്ഞ രീതിയിൽ അവർ ആക്രമണം നടത്തുകയും ചെയ്തു. അതോടുകൂടി അമേരിക്കക്ക് ഒരു കാര്യം ബോധ്യമായി, ഇറാനോട് നേരിട്ട് കളിച്ചുകൊണ്ട് അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. പിന്നാണ് സമാധാന ഉടമ്പടിയും കരാർ വ്യവസ്ഥയൊക്കെ ഉണ്ടായത്. ഈ ഒരു സാഹചര്യങ്ങൾ മാറി ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് ഇറാൻ സ്വതന്ത്ര റിപ്പബ്ലിക് പോലെ പ്രവർത്തിക്കുന്നു, ആണവായുധം ഉണ്ടാക്കുന്നു, ആയുധങ്ങൾ ഉണ്ടാക്കുന്നു, മിസൈൽ നിർമ്മിക്കുന്നു, മിസൈൽ പുറത്തുവിടുന്നു. 2000 കിലോമീറ്ററിൽ നിന്ന് ഇപ്പോൾ അവർ നിർമ്മിക്കപ്പെട്ടത് 12,000 കിലോമീറ്റർ ദൂരപരിധിയാണ്. യൂറോപ്യൻ രാജ്യങ്ങളെ ആകെ വെള്ളം കുടിപ്പിക്കാൻ പാകത്തിലുള്ള നിർമ്മിതികൾ അവർ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇത് വേണമെങ്കിൽ അമേരിക്കയും ആക്രമിക്കാൻ പാകത്തിലാണ് എന്നുള്ളത് അമേരിക്കയെ പോലും ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. ഇപ്പോഴത്തെ നിലവിൽ പത്രമീഡിയകൾ പറയുന്നത് നമ്മൾ കാണുകയും നമ്മൾ കേൾക്കുകയും ചെയ്യുന്നതിനപ്പുറമുള്ള ആയുധ ശേഖരങ്ങളും സംവിധാനങ്ങളും ഇറാന്റെ കൈവശത്തിലുണ്ട്. റഷ്യയും ചൈനയും സംയുക്തമായ രീതിയിൽ ഇറാൻ ഈ കാര്യത്തിൽ സഹായിക്കുന്നുണ്ട് എന്ന് പല റിപ്പോർട്ടിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു എന്ന് ഈ ഇറാന്റെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്, മിസൈൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര മീഡിയകൾ തന്നെ ഇതിനോടനുബന്ധിച്ച് പറഞ്ഞിരിക്കുകയാണ്.